നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അല്പസമയത്തെ ചിന്തയ്ക്കായി മർക്കോസ് എഴുതിയ സുവിശേഷം 4:35 മുതൽ 41 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പരിശോധിക്കാം. കർത്താവ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന ഭാഗമാണിത്. അപകടങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാൻ ഒട്ടേറെ തയ്യാറെടുപ്പുകൾ ജീവിതത്തിൽ നടത്തുന്നവരാണ് നമ്മൾ. മുൻകാല ദുരന്തങ്ങളിൽ നിന്നും മറ്റുള്ളവരുടെ അനുഭവങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ശ്രദ്ധാപൂർവം അപകടങ്ങളെ ഒഴിവാക്കി ജീവിക്കാൻ ശ്രമിക്കുന്ന നമ്മെ ഇടയ്ക്കിടെ ദുരന്തങ്ങൾ തേടിയെത്താറുണ്ട്. കേൾക്കാൻ ഇഷ്ടമില്ലാത്ത വാർത്തകളായും രോഗങ്ങളായും സാമ്പത്തിക പ്രശ്നങ്ങളായും എല്ലാം നമ്മുടെ എല്ലാ ഒരുക്കങ്ങളെയും അസ്ഥാനത്താക്കിക്കൊണ്ട് കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടയ്ക്ക് ആഞ്ഞടിക്കാറുണ്ട്. ഈ വേദഭാഗങ്ങളിൽ നാം കണ്ടുമുട്ടുന്ന യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അവസ്ഥയും ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല. ദിവസം മുഴുവനും സുവിശേഷം പ്രസംഗിച്ചും രോഗികളെ സുഖപ്പെടുത്തിയും ക്ഷീണിതരായ തങ്ങളുടെ ഗുരുവിനെയും കൊണ്ട് കാറ്റും കോളുമില്ലാത്ത കടലിലൂടെ ശാന്തമായ ഒരു യാത്രയായിരുന്നു അവരുടെ ആഗ്രഹം. എല്ലാ കാര്യങ്ങളിലും ശിഷ്യർക്ക് താങ്ങും തണലുമായിരുന്ന യേശുവിൻ്റെ തികച്ചും വ്യത്യസ്തമായ ഒരു ഭാവമാണ് നാം ഈ ഭാഗത്ത് കാണുന്നത്. കൂടെയുള്ളവരുടെ ജീവൻ അപകടത്തിലായിരുന്ന ഘട്ടത്തിലും യേശു ഉറങ്ങുകയായിരുന്നു. വഞ്ചിയിലേക്ക് അടിച്ചു കയറിയ വെള്ളമോ വഞ്ചി നിയന്ത്രിക്കാൻ കൂടെയുള്ള ശിഷ്യന്മാർ നടത്തുന്ന തിരക്കിട്ട ശ്രമങ്ങളോ അവരുടെ ഒച്ചയോ ബഹളമോ ഒന്നും യേശുവിനെ ഉണർത്തിയില്ല. ആദികളും വ്യാധികളും ഇല്ലാത്ത സമയങ്ങളിൽ നാമും ചെയ്തു പോകുന്ന ഒരു വലിയ തെറ്റാണിത്. സ്വന്തം കഴിവുകൊണ്ട് യാത്ര പൂർത്തിയാക്കാമെന്ന മിഥ്യാധാരണ. യേശുവിനെ കൂടാതെ നമുക്കൊന്നും പൂർത്തീകരിക്കാൻ സാധിക്കില്ല. അമിത വിശ്വാസം നമ്മെ അപകടത്തിൽ കൊണ്ടു ചെന്നെത്തിക്കും. ആടിയുലയുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്ത് നാശത്തിൽ നിന്നും രക്ഷിക്കാൻ നമ്മുടെ യേശുവിനാകും. സങ്കീർത്തനം 121:3 ഇങ്ങനെ പറയുന്നു: നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങുകയുമില്ല. പ്രിയരെ, നമ്മുടെ ജീവിതത്തെ യേശുവിന് സമർപ്പിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ജയ് ക്രൈസ്റ്റ്.